RSS ഇടഞ്ഞിട്ടൊന്നുമില്ല. ഇടഞ്ഞു എന്ന് പറയാൻ RSS ഒരു മതയാനയൊന്നുമല്ലല്ലോ. RSS എന്ന് പറയുന്ന സംഘടന കൃത്യമായി അതിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇടഞ്ഞോ എന്ന ചോദ്യത്തിന് തന്നെ ഇവിടെ പ്രസക്തിയുള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല. പിന്നെ നരേന്ദ്രമോദിയുടെ പ്രത്യയശാസ്ത്രപരമായ രക്ഷിതാവ് എന്ന് പറയുന്നത് അത് അന്നും RSS ആണ്, ഇന്നും RSS ആണ്, നാളെയും RSS ആയിരിക്കും. അതിനൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഗുജറാത്തിൽ നിന്ന് ഒരു OBC മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി ചോയ്സിലേക്ക്, ഈ ഒരു വളർച്ചയിലേക്ക് നരേന്ദ്രമോദി തനിയെ നടന്ന് കയറിയതല്ല. നരേന്ദ്രമോദിയുടെ ആ പ്രത്യയശാസ്ത്ര പാത വെട്ടിത്തെളിച്ചു കൊടുത്തത് RSS എന്ന് പറയുന്ന സംഘടന തന്നെയാണ്. RSSകാരനായ നരേന്ദ്രമോദിയാണ് ഇന്ന് രാജ്യത്തിന് പ്രധാനമന്ത്രിയായി ഇരിക്കുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കി ചിന്തിക്കുകയാണെങ്കിൽ RSS ഇടഞ്ഞു എന്ന് നമുക്ക് ഒരു കാരണവശാലും ഇടത്തുനിന്ന് നോക്കിയാലും വലത്തുനിന്ന് നോക്കിയാലും നേരെ നോക്കിയാലും അത് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി RSS സർസംഘചാലക മോഹൻ ഭാഗവതും പ്രാണപ്രതിഷ്ഠയും തമ്മിലുള്ള കാര്യം ഇവിടെ സൂചിപ്പിച്ചല്ലോ. പ്രാണപ്രതിഷ്ഠ നടന്ന ജനുവരി 22-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടതുവശത്ത് രാംലല്ലയുടെ മുന്നിൽ നിൽക്കുന്ന ഇരിക്കുന്ന വ്യക്തിയാരാ? ആ വ്യക്തി RSSന്റെ സർസംഘചാലകായ മോഹൻ ഭാഗവതാണ്. രാം കാ കാം കർണ ഹേ എന്ന് നരേന്ദ്രമോദിയോട് ഒന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സമയത്ത് പറഞ്ഞതും ആവശ്യപ്പെട്ടതും ആരാണ്? ഇതേ സർസംഘചാലകാണ്. അതാണ് കൃത്യമായി പോൾ പ്രോമിസായി പ്രകടന പത്രികയിൽ വെച്ച് നടപ്പാക്കി കൊടുത്തത്. അത് സർക്കാർ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ, അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ആ പ്രാണപ്രതിഷ്ഠ നടപ്പാക്കി RSS പറഞ്ഞ കാര്യം എന്താണോ അത് കൃത്യമായി ഒരു താലത്തിൽ വെച്ച് അങ്ങോട്ട് കൊടുക്കുന്ന നരേന്ദ്രമോദിയും RSS തമ്മിൽ തെറ്റുമെന്നൊക്കെയുള്ളത് അത് വെറും മിഥ്യാധാരണയോ അല്ലെങ്കിൽ വ്യാമോഹമോ മാത്രമാണ്. ഇനി ജൂൺ 11-ാം തീയതി മോഹൻ ഭാഗവത് പറഞ്ഞ വാചകങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ മര്യാദ ആൻഡ് സായം, ഈ രണ്ട് വാക്കുകളാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉപയോഗിച്ചത്. അതായത് ഡിഗ്നിറ്റിയും റെസ്ട്രെയിൻറ്റും. ഇത് പ്രചാരണത്തിൽ ഉണ്ടായില്ല എന്നുള്ളത് വസ്തുതയല്ലേ. 7 ഘട്ടമായി നടന്ന പ്രചാരണത്തിൽ അത് എവിടെയൊക്കെയാണ് കൈമോശം വന്നത് എന്നുള്ളത് കൃത്യമായി നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു രക്ഷിതാവ്, കൃത്യമായി സർ പറഞ്ഞ അധ്യാപകരിൽ നിന്ന് ഞാനൊന്ന് മാറ്റിപ്പിടിക്കുകയാണ്. അതായത് ഒരു രക്ഷിതാവാണ് അത് പറയേണ്ടത്. എവിടെയാണ് ഒരു വ്യതിചലനം ഉണ്ടായത് അത് കൃത്യമായി ആ വ്യക്തിക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പ്രതിപക്ഷത്തെ ശത്രുവായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയല്ല, അല്ലെങ്കിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകേണ്ട രീതിയെക്കുറിച്ച് ഇത് ആദ്യമായിട്ടൊന്നുമല്ല മോഹൻ ഭാഗവത് പറയുന്നത്. ഒരു ഈഗോ ഇല്ലാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു സ്വയം സേവകനാകുന്ന വ്യക്തി ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നരേന്ദ്രമോദിയോട് അത് പറഞ്ഞു കൊടുത്താൽ നരേന്ദ്രമോദിക്ക് അത് കൃത്യമായി മനസ്സിലാകും. അല്ലാതെ നരേന്ദ്രമോദിക്ക് അത് പറഞ്ഞു കൊടുക്കുന്നതിന് മുൻപ് തന്നെ സ്വയം മനസ്സിലാക്കേണ്ടതാണ്. കാരണം അദ്ദേഹം തന്നെ പറയുന്നത് എന്താണ്? ഞാൻ പ്രധാൻ സേവകാണെന്നാണ്. അപ്പോൾ ഒരു സ്വയം സേവകനായി വളർന്നു വന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേര വരെ നരേന്ദ്രമോദി എത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് തിരുത്തേണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുമുണ്ട്. അത് തിരുത്തി ഇപ്പോഴുണ്ടായ പരാജയത്തിന്റെ ആഘാതം കുറയ്ക്കാൻ കഴിയുകയും ചെയ്യും. ഇനി ജയ്പൂരിലെ പരിപാടിയിൽ RSS നേതാവ് ഇന്ദ്രേഷ് കുമാർ നടത്തിയ പരാമർശമാണല്ലോ ഈ ചർച്ചകളിലേക്കൊക്കെ, ഈ ഒരു വിഷയം എടുക്കുന്നതിലേക്ക് തന്നെ എത്തിയത് ആ ഒരു പരാമർശത്തിൽ നിന്നാണ് എന്ന് നമ്മുടെ ആമുഖമായി മാഡം അത് സൂചിപ്പിക്കുകയും ചെയ്തു. അതിൽ പറഞ്ഞത് എന്താണ്? രാമനെ എതിർത്തവർ ഇന്ന് അധികാരത്തിലില്ല. സത്യമല്ലേ? ഇന്ത്യ മുന്നണി ഇന്ന് അധികാരത്തിലില്ല. രാമനെ ബഹുമാനിക്കുന്നവർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 3-ാം തവണയും അധികാരത്തിലെത്തി സർക്കാർ രൂപീകരിച്ചു. ഈ വാചകം പറയുന്നതിനൊപ്പം തന്നെയാണ് രാമനിൽ വിശ്വാസമില്ലാത്തവരെ കുറിച്ച്, അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ട് ഇത്ര സീറ്റിൽ ഒതുങ്ങി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വാചകം മാത്രം ആ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കുകയും ഇന്ത്യ മുന്നണിയെക്കുറിച്ച് പറഞ്ഞത്, അതായത് രാമനെ എതിർത്തവർ എവിടെയാണ് നിൽക്കുന്നത്, അവർ പടിക്ക് പുറത്താണ് നിൽക്കുന്നത് എന്ന് ഇന്ദ്രേഷ് കുമാർ പറഞ്ഞത് ചർച്ചയാക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. ഇനി മോഹൻ ഭാഗവത് ഗോരഖ്പൂരിൽ എത്തിയ സന്ദർശനം യോഗി ആദിത്യനാഥുമായി 2 തവണ കൂടിക്കാഴ്ച നടത്തി, അരമണിക്കൂർ വീതമുള്ള 2 കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. UP-യിൽ ഉണ്ടായിട്ടുള്ളത് ഒരു പരാജയം തന്നെയാണ്. അവിടെ അതെങ്ങനെയാണ് അത് റെക്ടിഫൈ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടയാൾ ഇതേ രക്ഷിതാവ് തന്നെയാണ്. യോഗി ആദിത്യനാഥിനും രക്ഷിതാവ് തന്നെയാണ് മോഹൻ ഭാഗവത്. അപ്പോൾ 80-ൽ 33-ൽ ഒതുങ്ങിയതിൽ നിന്ന് 2014-ലെ 71-ലേക്കോ 2019-ലെ 62-ലേക്കോ തിരിച്ചു പെട്ടെന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഗ്രാമാന്തരങ്ങളിലേക്ക് ചെന്നേ പറ്റുള്ളൂ. ആ മെക്കാനിസം ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളത് ഇപ്പോൾ മോഹൻ ഭാഗവതിന്റെ ഗോരഖ്പൂരിലെ സന്ദർശനത്തിനിടയിൽ അത് കൃത്യമായി അദ്ദേഹം തന്നെ അത് പ്രസംഗങ്ങളിലൂടെ പറയുന്നുമുണ്ട്. 2025-ന് മുൻപ്, അതായത് RSSന്റെ 100-ാം വാർഷികത്തിന് മുൻപ് എല്ലാ ഗ്രാമങ്ങളിലേക്കും എത്തണം എന്നുള്ളത് RSSന്റെ പ്രവർത്തകർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു സെൽഫ്ലെസ് കോൺട്രിബ്യൂഷൻ ആണ് നമ്മൾ നടത്തേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായി അത് എല്ലായിടത്തേക്കും എത്തിക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു വോട്ട് ബാങ്കിനെ പ്രീഡിപ്പിക്കുന്ന പരിപാടിയല്ല നമ്മുടേത് എന്ന് കൃത്യമായി പറയണമെന്നാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അപ്പോൾ ഇന്ത്യൻ കൾച്ചർ ആൻഡ് വാല്യൂസ് അത് ഇൻടാക്റ്റായി നിർത്തിക്കൊണ്ട് എന്താണോ RSS ചെയ്തു വന്നിരുന്നത് അതേ പദ്ധതി ഒരു കുറവുമില്ലാതെ, അല്പം കൂടിയാലേ ഉള്ളൂ, ആ രീതിയിൽ തന്നെയായിരിക്കും 2025-ലേക്ക് കൊണ്ടുപോവുക. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സംഘപരിവാറിനെയും BJPയും തമ്മിൽ തല്ലിക്കാനായിട്ട് ഇങ്ങനെ തക്കം പാർത്തിരിക്കുന്ന ആ കുറുക്കൻ കൂട്ടം ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് 2 പേർക്കും അറിയാം. അതുകൊണ്ട് അത് നടക്കാനും പോകുന്നില്ല, അത് സംഭവിക്കാനും പോകുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യം കൂടി ഇന്ദ്രേഷ് കുമാറിനെ കുറിച്ച് കൂടി പറയാം. ഇന്ദ്രേഷ് കുമാർ പഞ്ചാബിലെ സമാനയിലുള്ള ആളാണ്. 1970 മുതൽ മുഴുവൻ സമയ പ്രചാരകനുമാണ്. അദ്ദേഹം മുസ്ലിം രാഷ്ട്രീയ മഞ്ചിന്റെ മാർഗ്ഗദർശകനാണ്. അപ്പോൾ ഇന്ദ്രേഷ് കുമാർ പറഞ്ഞ ഈ ഒരു വാചകം ചർച്ചയാക്കുന്നവർ ഇന്ദ്രേഷ് കുമാറിലൂടെ RSSന്റെ അടുത്ത പ്രോജക്റ്റ് എന്താണ് എന്നത് കൂടി കാത്തിരുന്ന് കാണണം. പിന്നെ ഓർഗനൈസറിലെ ലത്തൻ ശാരദ എഴുതിയത് റിയാലിറ്റി ചെക്കിനെ കുറിച്ചാണ്, അല്ലാതെ അതിൽ കൂടുതൽ ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ റിഫ്റ്റ് ഇല്ലാത്ത ഒന്ന് ഈ കുരുടൻ ആനയെ കണ്ടതുപോലെ ഇങ്ങനെ വർണ്ണിച്ചത് കൊണ്ട് അത് ഉണ്ടാകില്ല. RSS ഇടഞ്ഞിട്ടുമില്ല. RSSും നരേന്ദ്രമോദിയും RSSും BJPയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇൻടാക്റ്റ് ആണ്, വളരെ സ്ട്രോങ്ങുമാണ്.
ശരി, RSS ഇടഞ്ഞു. Meet the editors.